പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനങ്ങൾ ഈ നാളുകളിൽ അവിടുത്തെ ആലോചനകൾ നാം പ്രാപിക്കുവാൻ തക്കവണ്ണം നമുക്ക് തന്നിരിക്കുന്ന പാഠ്യ പദ്ധതിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നാം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ച പാഠമെന്ന് പറയുന്നത് പ്രാർത്ഥനാവീരന്മാരുടെ അനുഭവങ്ങളായിരുന്നു പഠിച്ചത്. എന്നാൽ ഈ ആഴ്ചയിൽ നാം പഠിക്കുവാൻ പോകുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ ഒന്ന് ഓജസ്സുള്ളതാക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനാ രീതികളെ ഒന്ന് വിലയിരുത്തുവാൻ, കർത്താവ് നമ്മൾക്ക് പറഞ്ഞു തന്ന മാതൃകയിലാണോ നാം പ്രാർത്ഥിക്കുന്നത്, നാം എത്രമാത്രം പ്രാർത്ഥനാ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ കാഴ്ചവെക്കുന്നത് എന്നെല്ലാമുള്ള പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളോട് സംസാരിക്കേണ്ടുന്നതിന് നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, അടിയങ്ങൾ പഠിക്കുവാൻ പോകുന്ന പാഠഭാഗത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പാഠഭാഗത്തൂടെ അടിയങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങളും അവിടുത്തെ ദാസന്മാരുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മെച്ചപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പാഠഭാഗങ്ങളിലൂടെ അടിയങ്ങളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് യേശുവിൻ്റെ നാമത്തെ താഴ്മയായി ചോദിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. ഇന്നത്തെ മനപ്പാഠവാക്യം ഇപ്രകാരം സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുകയാണ്. സങ്കീർത്തനം 62-ന്റെ 8-ാം വാക്യത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഇപ്രകാരമാണ്: ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, യഹോവയിൽ ആശ്രയിപ്പീൻ എന്ന് നമ്മോട് പറയാണ്. ജനമേ, എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം അവിടുത്തെ മുൻപിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. ഏതവസ്ഥയിലും ഏത് കാലത്തും ഏത് നേരത്തും കർത്താവിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ഈ സങ്കീർത്തന ഭാഗത്തിൽ പ്രത്യേകമായി പറയുന്ന 2 പദങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഹൃദയം പകരുന്ന ഒരു അനുഭവമായി തീരണം. 2, നമ്മുടെ സങ്കേതത്തിലേക്ക് ചെന്ന് നമ്മൾ അഭയം കണ്ടെത്തുന്ന ഒരു അനുഭവമായി തീരണം ഈ ആശ്രയം. അതാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സങ്കീർത്തന ഭാഗം നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ പോവുകയാണ്. നാം എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കണം, എത്ര തീഷ്ണതയോടാണ് നാം നമ്മുടെ പ്രാർത്ഥനകളെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതോ ആവശ്യമുള്ളപ്പോൾ മാത്രമാണോ നാം പ്രാർത്ഥിക്കുന്നത്? അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണോ? നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമുക്ക് ലഭിക്കാറുണ്ടോ അതോ ലഭിക്കുന്നില്ലയോ? ഇതെല്ലാം പരിശോധിക്കുവാൻ തക്കവണ്ണമാണ് ഈ ആഴ്ചയിലെ പാഠത്തിലൂടെ നാം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബലവും നമ്മുടെ ഉയർച്ചയും ഒക്കെ കർത്താവാകണമെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന ഒരനുഭവമാണ് പ്രാർത്ഥനയിലൂടെ നാം പ്രാപിക്കുന്നത്. നിരന്തരമായ ഒരു ബന്ധം. നമ്മൾ ദൈവത്തിൽ വളരണമെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ആ ബന്ധം നമ്മൾ ഉറ്റതാക്കി തീർക്കണം. പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് ആ ബന്ധം നമ്മൾ കൂടുതലായിട്ട് ഈടുറ്റതാക്കുവാൻ തക്കവണ്ണം പോകുന്നത്. പ്രാർത്ഥനയെന്ന് പറയുന്നത് എന്താണ്? നാം കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കുവാൻ തക്കവണ്ണം കർത്താവിനോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന. ആ ഒരു ചേർച്ച, കർത്താവുമായി ചേർന്നിരിക്കുവാൻ നമ്മെ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം കൊമ്പുകളും കർത്താവ് മുന്തിരിവള്ളിയുമാണെന്ന് ഉപമിച്ച് നമ്മളോട് സംസാരിപ്പം. കൊമ്പ് മുന്തിരിവള്ളിയോട് എത്രമാത്രം പറ്റി ചേർന്നിരിക്കുമോ അത്രമാത്രം അതിൻ്റെ സത്ത് ഈ കൊമ്പുകളിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടതായ സ്ഥിരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ
നമുക്ക് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അവരുടെ സ്ഥിരോത്സാഹം, ആ പ്രാർത്ഥനയിലുള്ള ദൈവവുമായിട്ടുള്ള അവരുടെ ബന്ധം അവരുടെ ജീവിതത്തിൽ, അവരുടെ സംസാരത്തിൽ, അവരുടെ പെരുമാറ്റത്തിൽ എല്ലാം പ്രകടമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ആഴ്ചയിൽ നാം പഠിക്കുന്ന ആ വ്യക്തി ജീവിതങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലെ കുറവുകളെ പരിഹരിക്കുക, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ജീവസുറ്റതാക്കുക, അത് കൂടുതലായിട്ട് കർത്താവിൻ്റെ കൃപകളെ പ്രാപിക്കുവാൻ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പം നമുക്ക് ഒരു ഭക്തനെ പരിചയപ്പെടുത്തുകയാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം മുതൽ ആ ഭക്തൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ ആ ഭക്തൻ്റെ പ്രവൃത്തിയെ ദൈവത്തോടുള്ള അനുസരണത്തെ ഒക്കെ വെളിപ്പെടുത്തുന്നതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന ശക്തനായ പ്രവാചകൻ, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുവാൻ തക്കവണ്ണം കഴിയും. ഇവിടെ ഏലിയാവിനെ കുറിച്ച് പറയുമ്പോൾ ഏലിയാവിൻ്റെ പ്രാർത്ഥന പ്രതിസന്ധികളിൽ നിലനിർത്തിയതും അതുപോലെ മാതൃകയുള്ളതും അതുപോലെ ശക്തവുമായിരുന്നുവെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം വായിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനാണ് ഏലിയാവെന്ന് തെളിയിക്കുന്ന ഒരു ഭാഗമാണ് നാം മനസ്സിലാക്കുന്നത്. ഈ വിശ്വസ്തത തെളിയിക്കപ്പെടുന്നത് വിശ്വസ്തരുടെ കാലത്തല്ല, മറിച്ച് ഒരു ദുഷ്കാലത്തിൽ ഒരു ദുഷ്ടനായ രാജാവ് ഒരു ദേശത്തെ ആകമാനം ഭരിക്കുമ്പോൾ ജനങ്ങൾ ദുഷ്ടതയിൽ ആറാടുന്ന ഒരനുഭവം, ദൈവമില്ലാത്തവരായിത്തീരുന്ന ഒരനുഭവം, ആ അനുഭവത്തിൽ ജനത്തെ സത്യദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം കർത്താവിൽ നിന്ന് പ്രാപിച്ചത് ഒട്ടും ചോർന്നു പോകാതെ അതിൻ്റെ ഗാംഭീര്യത്തോടുകൂടി രാജാവിനെയോ ആജ്ഞകളെയോ ഭയപ്പെടാതെ അദ്ദേഹത്തോട് സംസാരിക്കുവാൻ, രാജാവിനോട് സംസാരിച്ച ഈ പ്രവാചകൻ്റെ ധൈര്യം, ഉറപ്പ്, വിശ്വസ്തത, വിശ്വാസം, അതെല്ലാം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു അനുഭവമാണ്. ഇവിടെ 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്: ആഹാബ് രാജാവ് അശേരാ പ്രതിഷ്ഠയുണ്ടാക്കി ആഹാബ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചതായ ഒരു ഇസ്രായേൽ രാജാവായിരുന്നു ഒമ്രിയുടെ മകനായ ഈ ആഹാബ് എന്ന് കേൾക്കുമ്പോൾ എത്രമാത്രം ജനം പിന്മാറ്റത്തിലാണെന്ന് ഈ രാജാവിൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതായ ഈ രാജാവിനെ സത്യദൈവത്തിൻ്റെ ആ കാഴ്ചപ്പാട് നൽകുവാൻ, ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കുവാൻ ആഹാബിൻ്റെ അടുക്കലേക്ക് ഏലിയാവിനെ പറഞ്ഞയക്കുകയാണ് ദൈവം. തിശ്ബ്യനായ ഏലിയാവ് ഒരു നക്ഷത്രം പെട്ടെന്ന് വീണതുപോലെ, ഒരു നക്ഷത്രം ആകാശത്തുനിന്ന് ഉദിച്ചതുപോലെ ആഹാബിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നിട്ട് ആഹാബിനോട് നേരിട്ട് പറയുകയാണ്: ഇനിയും ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവമായ യഹോവ അരുളി ചെയ്യാതെ, ഇനി അല്ലെങ്കിൽ ആ യഹോവ എന്നോട് അരുളി ചെയ്യാതെ ഈ ദേശത്ത് ഇനി മഴ ഉണ്ടാകുകയില്ല. അപ്പോൾ ആഹാബിൻ്റെ അശേരാ പ്രതിഷ്ഠയാണെങ്കിലും ബാലിൻ്റെ വിഗ്രഹ സേവയാണെങ്കിലും മഴയുടെ ദൈവമായ ബാലിനെ സേവിച്ച് ദേശം മുഴുവനും ആ വിഗ്രഹങ്ങളാണ് ഇതെല്ലാം നൽകി തരുന്നതെന്ന് വിശ്വസിപ്പിച്ചിരുന്നതായ ആഹാബ് രാജാവിൻ്റെ ആ ഒരു ആജ്ഞ, ആ ഒരു കാര്യം മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഏലിയാവ് അദ്ദേഹത്തോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ ഏലിയാവിൻ്റെ അനുഭവങ്ങളാണ് നമ്മൾ 17-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. 18-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നത്. അവിടെ നിന്ന് പോയി പിന്നെ ആഹാബിൻ്റെ സന്നിധിയിൽ നിന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോടിൻ്റെ കരയിൽ അദ്ദേഹം കുറച്ച് നാൾ 6 മാസത്തോളം താമസിച്ചു. പിന്നെ ദൈവം എന്ത് ചെയ്തു? ആ തോടും വറ്റിക്കുവാൻ ആഗ്രഹിച്ചതുകൊണ്ട് അവിടെ നിന്ന് സാറാഫത്തിലേക്ക് പറഞ്ഞു വിട്ട് ഒരു വിധവയെ കർത്താവ് ഒരുക്കുകയാണ് ഏലിയാവിനെ പോറ്റുവാൻ. ആ ഏലിയാവിനെ പോറ്റുക മാത്രമല്ല, ക്ഷാമം ദേശത്ത് അതികഠിനമായപ്പോൾ വിധവയെ പോറ്റുവാനും തക്കവണ്ണമാണ് ദൈവം അവിടെ അവസരമൊരുക്കുക. അതെല്ലാം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പോൾ 3 വർഷത്തോളം അവിടെ താമസിച്ച് പിന്നെ ദൈവം പറഞ്ഞു: നീ ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക. കാരണം ദേശത്ത് മഴയില്ലാതെ
ദേശം ക്ഷാമത്താലും മൃഗങ്ങളും പക്ഷികളൊക്കെയും ചത്തുപോകുന്നതായ ഒരു അനുഭവമായപ്പോൾ ഈ ഏലിയാവിൻ്റെ വാക്കുകളാൽ വളരെ കോപാകുലനായ രാജാവ് ഏലിയാവിനെ തേടി നടക്കുന്ന ഒരു കാഴ്ചയാണ് നാം പിന്നീട് കാണുന്നത്. എന്നാൽ ഏലിയാവ് നേരെ ചെന്ന് ഒബദ്യാവെന്ന് പറയുന്നതായ രാജാവിൻ്റെ സേവകൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടെന്ന് എന്ന് പറയുവാൻ തക്കവണ്ണം ഏലിയാവ് ആവശ്യപ്പെടുമ്പോൾ ഒബദ്യാവ് ഭയപ്പെടുകയാണ്. കാരണം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ മുഴുവനും കൊന്നൊടുക്കുന്നതായ ആഹാബിൻ്റെ മുമ്പിൽ ഏലിയാ പ്രവാചകൻ പെട്ടുപോയി മരണപ്പെടുവാൻ ആഗ്രഹിക്കാത്ത ദൈവദാസനായ ഒബദ്യാവ് ഏലിയാവിനെ രക്ഷിക്കുവാനുള്ള വിധങ്ങൾ ആരായുമ്പോൾ ഏലിയാവിന് ഭയമില്ല. ഏലിയാവ് നേരിട്ട് ആഹാബിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ആഹാബ് ഏലിയാവിനെ കാണുമ്പോൾ ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനെ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് ഏലിയാവിൻ്റെ അടുക്കലേക്ക് വരുന്നത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് 19-ാം അധ്യായത്തിൽ 18-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഏലിയാവ് ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിൻ്റെ പിതൃഭവനവുമാണെന്ന് ഏലിയാവ് അവിടെ സംസാരിക്കുകയാണ് ആഹാബിനോട്. എന്നാൽ ഏലിയാവ് അവിടെ ഒരു പ്ലാൻ ചെയ്യുകയാണ്. സ്വർഗത്തിലെ ആലോചന പ്രകാരം ഒരു കാര്യം ചെയ്ത് നിൻ്റെ പ്രവാചകന്മാരെ എല്ലാം കർമ്മേൽ പർവ്വതത്തിലേക്ക് കൂട്ടി വരുത്തണം. അവിടെ സത്യദൈവം ആരാണെന്നും നിൻ്റെ സേവകൾ സത്യമാണോ എന്നും മനസ്സിലാക്കിയിട്ട് ജനം തീരുമാനിക്കട്ടെ എന്താ വേണ്ടതെന്ന്. ജനം അതായത് 2 കാളകളെ കൊടുക്കുകയാണ്. 2 കാളകളെ യാഗത്തിനായിട്ട് നിശ്ചയിച്ച്, ഒന്ന് ഏലിയാവിനും ഒന്ന് ആഹാബിൻ്റെ ജനത്തിനും കൊടുക്കുകയാണ്. ആ കാളകളെ യാഗപീഠം ഒരുക്കി ആദ്യമേ ജനത്തിന് യാഗം കഴിക്കുവാൻ പ്രവാചകന്മാർക്ക്, വിഗ്രഹങ്ങളുടെ പ്രവാചകന്മാർക്ക് യാഗം കഴിക്കുവാൻ തക്കവണ്ണം ആവശ്യപ്പെടുകയാണ്. അവർക്ക് സമയം കൊടുക്കുകയാണ്. സന്ധ്യായാഗത്തിൻ്റെ സമയം, ഭോജനയാഗത്തിൻ്റെ സമയം വരെ അവർക്ക് സമയം കൊടുത്തു. ആ ഭാഗമെല്ലാം നമുക്ക് 18-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള ഭാഗത്ത് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ കർമ്മേലിലൊരു വലിയ മാറ്റം സംഭവിക്കുന്നത് ആഹാബിൻ്റെ കണ്ണാലെ കാണുന്ന ഒരു അനുഭവം, ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം തീ അയച്ച് ഉത്തരമരുളുന്നതായ കാഴ്ചയും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഏലിയാവ് യാഗപീഠം സന്ധ്യായാഗത്തിൻ്റെ സമയത്ത് യാഗപീഠം പണിതു, 12 കല്ലുകൾ എടുത്തു, ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം യാഗപീഠം പണിതു. ഇടിഞ്ഞു കിടന്ന യാഗപീഠമാണ് പുതുക്കി പണിയുന്നത്. അവിടെ യാഗം നടത്തുവാൻ കാളയെ അർപ്പിച്ചു. അതിനെ കണ്ണമാക്കി കെട്ടി വിറകിന്മേൽ വെച്ചു. മാത്രമല്ല ഇത് സ്വർഗത്തിലെ തീയാണെന്ന് ബോധ്യപ്പെടുവാൻ, സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അത് ദഹിപ്പിക്കുന്നത് കാണുവാൻ വെള്ളം കോരി 3 പ്രാവശ്യം തൊട്ടിയിൽ കൊണ്ടുവന്ന് 12 തൊട്ടി വെള്ളം ഒഴിച്ചതിനെ നനച്ച് തോട്ടിലെല്ലാം വെള്ളം നിറച്ചിട്ടാണ് ഏലിയാവ് പ്രാർത്ഥിക്കുന്നത്. ഏലിയാവ് പ്രാർത്ഥിച്ചത്, ദൈവമേ, ഈ കഴിഞ്ഞ നാളുകളിൽ ഈ വർഷങ്ങളിൽ മഴയില്ലാതിരുന്നത് അവിടുത്തെ ആലോചനയാണെന്നും ഞാൻ അവിടുത്തെ ദാസനാണെന്നും അവിടുന്ന് സത്യദൈവമാണെന്ന് ഈ നിൽക്കുന്ന ജനത്തിന് ബോധ്യപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ തീ അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം, യഹോവയായ ദൈവം എന്ത് ചെയ്തു? ഓരോ ഹൃദയത്തെയും മാനസികമായിട്ട് അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഈ ഹോമയാഗം മുഖാന്തരമാക്കണമെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ ഏലിയാവ് എന്ത് ചെയ്തു? ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി തീ അയച്ചു. ആ യാഗം മുഴുവനായിട്ട് തീ വെന്ത് ചാമ്പലായി തോട്ടിലെ വെള്ളം വരെ വറ്റിച്ചു എന്ന് ജനം കണ്ടപ്പോൾ ഏലിയാവ് പറഞ്ഞ് ബാലിൻ്റെ പ്രവാചകന്മാരെയും അശേര പ്രവാചകന്മാരെയും യഹോവയെ സേവിക്കാത്തവരെ ഒക്കെ നോക്കിക്കൊള്ളാൻ പറഞ്ഞു, അവരെ കൊന്നുകളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 850 പ്രവാചകന്മാരെയും കൊന്നുകളയുന്ന ഒരു കാഴ്ച 18-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട കാര്യം ചെയ്തതായ ധൈര്യമുള്ള ഈ പ്രവാചകന് സംഭവിക്കുന്ന ഒരു നിമിഷത്തെ നിരാശ എന്താണ് വരുത്തി വെച്ചതെന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ ദൈവസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമാക്കി നമ്മെ തന്നെ ഒന്ന് കാണുവാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത്രയും വീരനായ ഏലിയാവിന് ഇങ്ങനെയൊരു മനോനഷ്ടം വന്ന് ഒരു നിരാശ വന്ന് ഭവിക്കുമെങ്കിൽ നമുക്ക് എത്രമാത്രമാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രിയരെ, നമ്മുടെ ജീവിതങ്ങൾ ഓരോ ദിവസവുമുള്ള പ്രതിസന്ധികളിൽ നാം എത്ര വട്ടം തളർന്നു പോകുന്നുവെന്ന് ഒന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഏലിയാവിനെ, ഈ പ്രതിസന്ധിയിൽ പ്രാർത്ഥിച്ച് ഫലം കിട്ടിയ ഏലിയാവിനെ ഈ 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ വളരെ വളരെ വ്യക്തമായിട്ട് വരച്ചു കാട്ടിയിരിക്കുന്നത്. ഏലിയാവ് എന്താ ചെയ്തത്? ഏലിയാവ് ഒരു മരണ വാറണ്ട് കേൾക്കുകയാണ്. ഇസബേലിൻ്റെ മരണ വാറണ്ട്. എന്താണ് ഏലിയാവ് കേൾക്കുന്നത്? എൻ്റെ പ്രവാചകന്മാരെ കൊന്ന ആ പ്രവാചകനെ
എൻ്റെ പ്രവാചകന്മാരെ കൊന്നതുപോലെ തന്നെ കൊന്നുകളയുവാനുള്ള മരണ വാറണ്ട്. ഇത് കേട്ട ഒരു സ്ത്രീയുടെ മരണ വാറണ്ട് കേട്ടതായ ഈ പ്രവാചകൻ പെട്ടെന്ന് തളർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് 3-ാം വാക്യത്തിൽ 19:3 പറയുന്നത്. അവൻ ഭയപ്പെട്ട് എഴുന്നേറ്റ് എന്ത് ചെയ്തു? ജീവരക്ഷയ്ക്കായിട്ട് പുറപ്പെട്ട് യഹൂദ ഉൾപ്പെട്ട ബേർശേബയിൽ ചെന്ന് അവിടെ തൻ്റെ ബാല്യക്കാരനെ നിർത്തിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ദിവസത്തെ വഴിയും കൂടെ മുന്നോട്ട് പോയി ഒരു ചൂരച്ചെടിയുടെ തണലിൽ മരിക്കുവാനിരിക്കുകയാണ്. ചൂരച്ചെടി, മരുഭൂമിയിലെ ചൂരച്ചെടി എന്ന് പറയുമ്പം അതിൻ്റെ തണൽ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ആ തണലിലിരിക്കുകയാണ്. എനിക്ക് മരിച്ചാൽ മതി, ഇനി എനിക്ക് വയ്യ, ഇതേ കൂടുതലൊന്നും സഹിക്കാൻ വയ്യ. നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇത് പറയുന്നുവെന്ന് ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാനാണ് ഏലിയാവിൻ്റെ ഈ പ്രാർത്ഥനയും പ്രവർത്തനവും ഈ ചിന്തകളും ഈ പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഈ ദിവസത്തിൽ ഈ പാഠം പഠിക്കുന്ന നേരം നമ്മളോട് എടുത്തു പറയുന്നത്. അപ്പോൾ നാം ഈ ഭാഗത്ത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള, ദൈവം കഴിഞ്ഞ സമയത്ത് നടത്തിയതായ വിധം, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതായ രീതികൾ, നമ്മൾ കടന്നുപോയതായ ദുഷ്കര പാതകളിൽ ദൈവം കൂടെ ഇരുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്ത് ചെയ്യാണ്? മറന്നു പോകുന്ന അനുഭവം. അത് മാനുഷികമാണ്. എത്ര ഭക്തനായാലും എത്ര വീരനായാലും നമ്മളെ മാനുഷികത പിടിച്ചുലയ്ക്കുമ്പോൾ, നമ്മുടെ ബലഹീനത പിടിച്ചുലയ്ക്കുമ്പോൾ, നമ്മൾ അശക്തരായി തീരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഏലിയാവിലൂടെ വീണ്ടും കാണിച്ചു തരികയാണ്. അവിടെ കർത്താവ് എന്ത് ചെയ്തു? ആ ചൂരച്ചെടിയുടെ തണലിൽ മരിക്കാനിരുന്ന ഏലിയാവിൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തു? ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാളൊന്നും നല്ലതല്ല എന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പം തളർന്നങ്ങ് ഉറങ്ങിപ്പോയി പുള്ളിക്കാരെ. ഏലിയാവ് അങ്ങ് ഉറങ്ങിപ്പോയപ്പോൾ എന്ത് ചെയ്തു? ദൈവമായ കർത്താവ് ഒരു ദൂതനെ അവിടേക്ക് അയക്കുകയാണ്. ഉറക്കത്തിലായിരുന്ന ഏലിയാവിനെ എന്ത് ചെയ്തു? തട്ടി ഉണർത്തി. അവിടെ നോക്കുമ്പോഴെന്താണ്? ഒരു തുരുത്തി വെള്ളവുമുണ്ട്, ഒരു കനലിൽ ചുട്ട അടയുമുണ്ട്. ഈ വെള്ളവും തലയ്ക്കലിരിക്കുന്നത് കാണുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇതെടുത്ത് കഴിക്കെന്ന് ദൂതൻ പറഞ്ഞു. പക്ഷേ അതെടുത്ത് കുടിച്ചു, പിന്നെയും അവിടെ കിടന്നുറങ്ങുകയാണ്. അത് കഴിച്ചു. ക്ഷീണം, മാനസികമായിട്ടുള്ള നിരാശ അദ്ദേഹത്തെ തളർത്തി കളഞ്ഞതുകൊണ്ട് ആഹാരം കഴിഞ്ഞിട്ടും പിന്നെയും അവിടെ കിടന്നുറങ്ങിയപ്പോൾ വീണ്ടും തട്ടിയിട്ട് പറഞ്ഞ്, നീ ഇത് തിന്നിട്ട് വീണ്ടും എന്ത് ചെയ്തു? 2-ാം പ്രാവശ്യവും വന്ന് അവന് അതുപോലെ ചെയ്തിട്ട്, നിനക്ക് ഒരു വലിയ യാത്ര ചെയ്യുവാനുണ്ട്, ആ യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് നീ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു. ആഹാരത്തിൻ്റെ ബലം കൊണ്ടാണ് പിന്നീടുള്ള 40 ദിവസം എന്ത് ചെയ്തത്? പകലും രാത്രിയുമായി 40 ദിവസം ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം നടന്ന് 40 ദിവസം യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ എത്തിച്ചേരുന്നത്. ദൈവം പറഞ്ഞത് കേൾക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു ആലോചന അവിടെ വെളിപ്പെടുത്തും. നീ ഹോരേബിലേക്ക് വരുവാൻ പറഞ്ഞപ്പോൾ ആ ഏലിയാവ് പ്രവാചകൻ എന്ത് ചെയ്തു? ആ ചൂരച്ചെടി തണലിലിരുന്ന് കഴിച്ച അടയുടെയും വെള്ളത്തിൻ്റെയും ബലത്തിൽ ദൈവം പറയുന്നത് കേൾക്കുവാനുള്ള ആകാംക്ഷയിൽ താൻ നടക്കുന്ന ദൂരം അറിയാതെ, താൻ ക്ഷീണിക്കുന്ന അനുഭവം അറിയാതെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് മുന്നോട്ട് പോകുന്ന ഏലിയാവിനെയാണ് നാം ഇവിടെ കാണുന്നത്. ഇതുപോലെ നമ്മുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ, പ്രാർത്ഥനാ ജീവിതത്തിൽ നാം തളർന്നു പോയി എന്ന് തോന്നുമ്പോൾ, ദൈവത്തിൻ്റെ ആലോചന നമ്മളെ അറിയിക്കുവാൻ വിളിക്കുന്ന ആ വിളി കേൾക്കുവാനുള്ള ഒരു മനസ്സൊരുക്കം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന് വളരെ ആവശ്യമാണെന്ന് ഏലിയാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഏലിയാവ് അവിടെ ചെന്ന് ദൈവത്തെ കാണുവാൻ ഹോരേബിലേക്ക് പോവുകയാണ്. ദൈവത്തെ കാണുവാൻ കാത്തിരിക്കുന്ന ഏലിയാവിന് ചില കാര്യങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ആദ്യമായിട്ട് ഏലിയാവ് ആ ഗുഹയിൽ കടന്ന് അവിടെ രാത്രി പാർത്തു. ഹോരേബിൽ ചെന്നൊരു ഗുഹ കണ്ടു. ആ ഗുഹയിൽ കടന്ന് സുഖമായിട്ട് രാപ്പാർക്കുവാൻ തക്കവണ്ണം ആലോചിക്കുകയാണ്. അപ്പോഴത് യഹോവയുടെ അരുളപ്പാട് ഏലിയാവിനുണ്ട്. ഏലിയാവേ, നിനക്കിവിടെ എന്താ കാര്യം? ഈ ഗുഹയ്ക്കകത്ത് നിനക്ക് എന്താ കാര്യം എന്ന് പറയുകയാണ്. കർത്താവേ, ഇനി എനിക്ക് വയ്യ, ഞാൻ ഇവിടം വരെ നടന്നു വന്നു, ഇനി എനിക്ക് വയ്യ. ഈ ജനത്തെ ദൈവത്തിങ്കിലേക്ക് തിരിക്കാൻ ഞാൻ നോക്കിയിട്ട് ഞാൻ ആരെയും കാണുന്നില്ല, ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അവരെ അന്ന് ദൈവം എന്ത് ചെയ്തു? ഒരു കാര്യം അവനോട് ചോദിച്ചപ്പം, ഇസ്രായേൽ മക്കൾ കർത്താവേ നിന്റെ നിയമത്തെയൊക്കെ ഉപേക്ഷിച്ചവരാ, അവരെ ഒന്നും തിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനാണ്ട് ഇവിടെ നിൽക്കുക, ഇനി ഞാൻ അവിടെ നിന്ന് അവരെന്നെ കൊന്നുകളയും. അപ്പോഴും കർത്താവ് എന്താ പറഞ്ഞത്? നീ മാത്രമല്ല,
7000 പേരെ നിന്നെപ്പോലെ ഞാൻ അവിടെ ശേഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ മാറ്റണം, അവരെ അവരിൽ നിന്ന് വേർതിരിക്കണം. അത് വലിയ ഒരു ഉത്തരവാദിത്വം. അത് ചെയ്യുവാൻ ഞാൻ നിന്നോട് പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് പറയുകയാണ്, നീ പുറത്തു വാ, പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് പറഞ്ഞു. നീ ആ ഗുഹയിൽ നിന്ന് വെളിയിലിറങ്ങ. അതായത് നമ്മുടെ ജീവിതത്തിൽ നിരാശകളും പ്രയാസങ്ങളും വരുമ്പോൾ നാം നമ്മിലേക്ക് ഉൾവലിയുന്ന ഒരു അനുഭവം വരും. ആ അനുഭവത്തിൽ നാം മുന്നോട്ട് പോയാൽ നമ്മുടെ നിരാശകളും പ്രയാസങ്ങളും വർദ്ധിക്കും. അവിടെയാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുവാൻ നമ്മെ തന്നെ ഒരുക്കേണ്ടത്. എലിയാവിനോട് പറഞ്ഞു, നീ പുറത്തു വാ, നമ്മൾ പുറത്തു വരയണം. സങ്കീർത്തന ഭാഗത്ത് ദാവീദ് ഇപ്രകാരം പറയുന്നുണ്ട്. നമുക്ക് അവിടെ ഒന്ന് വായിക്കാം. ദാവീദ് പറയുന്നു, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളതായ അനുഭവങ്ങൾ വരുമ്പോൾ ഈ സങ്കീർത്തനം എന്നെ വളരെയേറെ ഈ സങ്കീർത്തന ഭാഗം എന്നെ വളരെ സ്പർശിച്ച ഒരു സങ്കീർത്തന ഭാഗമാണ്. ഇവിടെ 32-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് ഇപ്രകാരമാണ്: ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഒരു അനുഭവമാണിത്. ദാവീദ് ഇവിടെ പറയുന്ന ഈ അനുഭവം നമ്മിലേക്ക് ഉൾവലിയുമ്പോൾ ഉണ്ടാകുന്നതായ നമ്മുടെ സങ്കടങ്ങളിലും നിരാശകളിലും നാം പ്രാർത്ഥിക്കുവാൻ പോലും കഴിയാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നാം ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും ഓർക്കുവാൻ ശ്രമിക്കാത്ത ഒരനുഭവം നമ്മളിലേക്ക് നാം ഉൾവലിയുകയും നമ്മുടെ നിരാശകൾ പർവ്വത സമമായിട്ട് ഒരു ഗുഹ പോലെ നമ്മളെ അതിലേക്ക് ഉൾവലിയിക്കുന്നതായ അനുഭവങ്ങളും വരും. അങ്ങനെയുള്ള അനുഭവങ്ങളിൽ ദൈവം നമ്മോട് ഇടപെടുന്ന രീതിയാണ് നീ പുറത്തു വാ. നമ്മെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ വീണ്ടും നമുക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ ആലോചനയിലും ദൈവത്തോട് ഒപ്പവുമായിരിക്കാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് എലിയാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതിന് ഒരു വിശ്വാസം ആവശ്യമാണ്. എലിയാവ് വിശ്വാസത്തോടുകൂടി പുറത്തു വന്നു. എലിയാവ് വിശ്വാസത്തോടുകൂടി പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് എന്താണ്? എലിയാവ് പുറത്തു വന്നിട്ട് ദൈവത്തോടെ സംസാരിക്കുവാൻ തക്കവണ്ണം, നീ പുറത്തു വാ, പർവ്വതത്തിൻ്റെ പുറത്തു വാ, ഞാൻ അവിടെ നിനക്ക് മുമ്പാകെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ കടന്നു പോകുന്നതായിട്ട് തോന്നി. എന്താണ്? ഒരു കൊടുങ്കാറ്റ് വരുന്നതായിട്ട് ഏലിയാവിന് തോന്നുകയാണ്. ആ കൊടുങ്കാറ്റിൽ ദൈവം കാണുമെന്ന് ഏലിയാവ് പ്രത്യാശിച്ചു. പക്ഷേ ആ കൊടുങ്കാറ്റിൽ പർവ്വതങ്ങളെ കീറി പാറകളെ പിളർന്നുകൊണ്ട് പോകുന്ന കൊടുങ്കാറ്റിലൊന്നും യഹോവ വെളിപ്പെട്ടില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. അതിനുശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ഈ ഭൂകമ്പം കർത്താവ് വരുന്നതാണെന്ന് ഏലിയാവ് തെറ്റിദ്ധരിക്കപ്പെട്ടു. എന്നാൽ ആ ഭൂകമ്പത്തിലും ദൈവമില്ലായിരുന്നു. മൂന്നാമതൊരു മൃദുസ്വരം. ആ മൃദുസ്വരം, യഹോവയുടെ സ്വരം അവിടുന്ന് കേട്ടിട്ട് എലിയാവേ എന്ന് വിളിക്കുന്നതായ ഏലിയാവ് എന്ത് ചെയ്തു? തൻ്റെ പുതപ്പ് കൊണ്ട്, ആ മൃദുസ്വരം, യഹോവയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ ഏലിയാവ് ആ പുതപ്പ് കൊണ്ട് തൻ്റെ മുഖം മൂടിയിട്ട് പുറത്തു വന്നിട്ട് ആ ഗുഹാമുഖത്ത് നിന്നുകൊണ്ട്, ഏലിയാവേ നിനക്കിവിടെ എന്താ കാര്യം എന്ന് വീണ്ടും ചോദിക്കുന്നതായ ആ ശബ്ദം സൈന്യങ്ങളുടെ യഹോവയായ ദൈവത്തിൻ്റെ മുൻപാകെ താൻ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തോട് തൻ്റെ ആവലാതി പറയുകയാണ് ഏലിയാവ്. അവിടെ ഏലിയാവിനോട് പറയുന്നു, നീ ഭയപ്പെടേണ്ട. എന്താ ചെയ്യേണ്ടത്? നീ ഇപ്പോൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം. നീ ദമ്മശ്ശേക്കിലേക്ക് പോകണം. നിനക്ക് 2-3 ദൗത്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ആ 3 ദൗത്യങ്ങൾ ചെയ്യുവാൻ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കി നീ പുറപ്പെട്ട് ദമ്മശ്ശേക്കിൻ്റെ മരുഭൂമി വഴിയായിട്ട് പോയിട്ട് ഹസായേലിനെ എന്ത് ചെയ്യണം? അരാമിന് രാജാവാക്കണം. അയൽ രാജ്യമാണ്. ഇസ്രായേലിൻ്റെ അയൽ രാജ്യത്തിൽ പുതിയ രാജാവിനെ കൊണ്ടുവരുവാൻ നീ ചെയ്യണം. രണ്ടാമത് പറയുന്നത്, നിംഷിയുടെ മകനായ എലീശയെ നിനക്ക് പകരം പ്രവാചകനാക്കണം. ഇത് രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്താണ്? യേഹുവിനെ അഹാബിന് പകരം എന്ത് ചെയ്യണം? ആ കൊട്ടാരത്തിൽ 3 ദൗത്യങ്ങളാണ് ഏലിയാവിനെ ദൈവം തിരിച്ചു വിടുമ്പോൾ മടക്കിക്കൊണ്ട് വന്നതിന് ശേഷം 3 ദൗത്യങ്ങൾ ചെയ്യുവാൻ ഏലിയാവിനെ ഭരമേൽപ്പിക്കുമ്പം നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോഴറിയാം അതിലൊരു ദൗത്യം മാത്രമേ അദ്ദേഹത്തിന് പൂർത്തിയാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക ഉത്തരവാദിത്തങ്ങൾ നമ്മെ ദൈവം ഭരമേൽപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നാം ഒരുക്കപ്പെടുമ്പോൾ എല്ലാം ചെയ്ത് തികയ്ക്കുവാൻ നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയില്ല. എന്നാൽ ദൈവത്തിൻ്റെ ആ ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുക്കുവാൻ തക്കവണ്ണമുള്ള ധൈര്യമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിലൂടെയും പ്രാർത്ഥനാ ജീവിതത്തിലൂടെയും നാം പ്രാപിക്കുന്നത്. ഇനി നമുക്ക് തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പം നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകളായി തീരുമ്പോൾ നമുക്ക് പല സംശയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ കാര്യത്തിൽ ഉത്തരം തരാത്തത്?
ഞാൻ എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്താണ് ദൈവം എന്നോട് ഇങ്ങനെ എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് എന്ന് സംശയങ്ങൾ തോന്നാം. എന്നാൽ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത്, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും. അപ്പം യാചിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ യാചിക്കുന്നതിൽ 1-ാം സ്ഥാനമാണ് ദൈവത്തോടെ യാചിക്കുന്നതിൽ. എന്നാൽ എങ്ങനെ യാചിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്ത് യാചിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എങ്ങനെ യാചിക്കണം, എന്ത് യാചിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയുമ്പോൾ അവിടുത്തെ ഇഷ്ടപ്രകാരം നാം എന്ത് യാചിച്ചാലും അത് തരാമെന്ന് ദൈവം പറയുന്നുണ്ട്. എന്നാൽ ആ വാഗ്ദത്തങ്ങൾ താമസിച്ചാലും അവിടുന്ന് നമുക്ക് ലഭ്യമാക്കി തരുമെന്നുള്ള വിശ്വാസമാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാപിക്കേണ്ടത്. കണ്ടതുപോലെ നാം വിശ്വസിക്കണം. ദൈവം തരാൻ പോകുന്ന അനുഗ്രഹം നാം കണ്ടതുപോലെ വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം നമുക്ക് പൂർത്തീകരിച്ചു തരും. അതുകൊണ്ട് ഒരു പ്രത്യേകമായ കാര്യത്തിന് വേണ്ടി നാം വളരെ വ്യക്തമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അത് ഫലവത്താക്കി തരുമെന്നുള്ളതിന് ഉദാഹരണമാണ് 1 ശമൂവേൽ 1-ാം അധ്യായത്തിലെ ഹന്നയുടെ പ്രാർത്ഥനയിലൂടെ നാം മനസ്സിലാക്കുന്നത്. ഹന്ന എന്ന് പറയുന്നതായ ആ സഹോദരി സ്ത്രീ എൽക്കാനയുടെ ഇഷ്ടപ്പെട്ട ആദ്യത്തെ ഭാര്യയാണ്. എന്നാൽ അവൾക്ക് വർഷങ്ങളായി കുഞ്ഞുങ്ങളുണ്ടായില്ല. അവൾ മച്ചിയായിരുന്നു. അതുകൊണ്ട് അവൾക്ക് എന്തെല്ലാം പ്രതികൂലങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ വന്നത്. എന്നാൽ അവൾ പ്രാർത്ഥനയിൽ ഊറ്റിയിരുന്നു. അവൾ എല്ലാ വർഷവും ദൈവാലയത്തിൽ ചെന്ന് തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ തക്കവണ്ണം ഒരിക്കൽ പോലും അവൾ പ്രാർത്ഥിക്കാതിരുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവളുടെ പ്രാർത്ഥന ഫലവത്താകുന്നത് എപ്പോഴാണ്? ദൈവത്തിനൊരു സമയമുണ്ടായിരുന്നു. ചില കാര്യങ്ങൾ നിർവഹിക്കുവാൻ അതിന് സമയങ്ങൾ ഒരുക്കിക്കൊണ്ടുവരുന്ന ദൈവം അവിടെ പ്രത്യേകം ഒരു കാര്യം പറയുന്നുണ്ട്. അവൾ മച്ചിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് അവളുടെ ഗർഭം അടച്ചിരുന്നു എന്നാണ്. അപ്പം മച്ചി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രസവിക്കാത്തവളെന്നാണ്. എന്നാൽ ദൈവം ഗർഭമടച്ച ഒരു സ്ത്രീ ആയിരുന്നു ഹന്ന എന്ന് വേദപുസ്തകം വെളിപ്പെടുത്തുകയാണ്. അവൾ എന്ത് ചെയ്തു? അതിനുവേണ്ടി അവൾ തുടർന്ന് അത് കിട്ടുന്നത് വരെയും അവൾ പ്രാർത്ഥിച്ചു. അവളുടെ പ്രാർത്ഥനയുടെ രീതി മാറ്റി. ദൈവം എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഞാനത് കർത്താവിന് മടക്കി തരാം, അവൻ നാസിറായിട്ട് ഞാൻ അവനെ വളർത്തിക്കൊള്ളാം. അവൾ തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ അവൾ ആ വിശ്വാസത്തിൽ ഒരു പുരുഷ സന്താനത്തെയും ദൈവത്തിനായി സമർപ്പിക്കുന്ന ഒരു കുഞ്ഞിനെയും അവൾ വിശ്വാസത്തിൽ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ പിന്നീട് ഒരിക്കലും അവളുടെ മുഖം വാടിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. പിന്നീട് ഒരിക്കലും അവൾക്ക് ആവലാതിപ്പെടുവാനോ ഒന്നും കഴിഞ്ഞില്ല. പിന്നെയുള്ള അവളുടെ പ്രാർത്ഥനകളുടെ രീതിയെ മാറി അവൾ സ്തുതിക്കുന്നവളായി തീരുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മെ സമർപ്പിക്കണം വിശ്വാസത്തിൽ. അപ്പോൾ ദൈവം എന്ത് ചെയ്യും? ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണം. രണ്ടാമത്, നമ്മുടെ താല്പര്യങ്ങൾ പരിഗണിക്കുവാൻ തക്കവണ്ണം ദൈവത്തിനൊരു സമയമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് നമ്മുടെ ഒരുക്കം ആവശ്യമാണ്. ആ ഒരുക്കമെന്ന് പറയുന്നത് നമ്മുടെ അന്തരംഗത്തിൽ പാപം കരുതിക്കൊണ്ട് നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി ദൈവപ്രസാദമുള്ള ഒരു കാര്യമായിരിക്കാമെങ്കിൽ പോലും നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭ്യമല്ല എന്ന് സങ്കീർത്തനം 66:18 പറയുന്നുണ്ട്. അവിടുത്തെ വചനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? വസിക്കണം. കർത്താവിൻ്റെ വചനം പോലെ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണം. പിന്നെ നമ്മൾ ആദ്യമേ പറഞ്ഞു, പ്രാർത്ഥന വിശ്വാസത്തിലാണെങ്കിൽ മാത്രമേ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ പരിഗണിക്കുക. ദൈവത്തിൻ്റെ സമയത്തിനായി നാം നമ്മെ തന്നെ കാത്തിരിക്കുക. നമ്മുടെ പ്രാർത്ഥന ദൈവഹിതപ്രകാരമാണോ? എൻ്റെ ഹൃദയത്തിൽ എന്തെങ്കിലും അകൃത്യം കരുതിയിട്ടുണ്ടോ എന്ന് ദൈവസന്നിധിയിൽ വചനത്തിലൂടെ നമ്മളെ ഒന്ന് കാണുകയും ഉത്സാഹത്തോടെ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുന്ന ഒരനുഭവം പ്രാപിച്ചുകൊണ്ട് നാം കർത്താവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സ്ഥിരോത്സാഹം കാണിക്കുവാനും ക്ഷമിക്കുവാനുമുള്ള മനോഭാവത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണ്? സാധാരണ നമ്മുടെ പ്രാർത്ഥന സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടെങ്കിലും അർഹിക്കുന്ന മഹത്വം കൊടുക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് അവലാതി കൂട്ടുന്ന ഒരു പ്രാർത്ഥനയല്ലേ നമ്മുടെ സ്ഥിരമായ പ്രാർത്ഥന. ഈ ദിവസം നമുക്ക് തരുന്ന പാഠത്തിലൂടെ നമ്മൾ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു മോഡലാണ്.
3 സുവിശേഷങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. 2 സുവിശേഷങ്ങളിൽ നമുക്കത് കാണാം. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അത് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, പരീശൻ പ്രാർത്ഥിച്ചു, ചുങ്കക്കാരനും പ്രാർത്ഥിച്ചു. ആ 2 പ്രാർത്ഥനകളും അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പരീശൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഉന്നത ഭാവത്തോടെ ആണ് പ്രാർത്ഥിക്കുന്നത്. വളരെ ചില പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ആയിരിക്കണമെന്ന് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പ്രത്യേകം പറയുന്നു. തെരിക്കോണുകളിലൊക്കെ നിന്ന് വലിയ വാചാലമായി പ്രാർത്ഥിക്കാനല്ല. പിന്നെയോ നമ്മുടെ പ്രാർത്ഥിക്കുമ്പം അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നമ്മുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം പറയുകയാണ്. അവിടെ അറയിൽ കടന്ന് വാതിലടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പ്രാർത്ഥിക്കുമ്പം നാമും കർത്താവും മാത്രമായിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് പ്രാർത്ഥന. അവിടെ മറ്റ് ശബ്ദങ്ങളും കോലാഹലങ്ങളും ഒക്കെ വന്ന് നമ്മുടെ കണ്ണും ചെവിയും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഏകാഗ്രതയില്ലാത്ത ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഭക്തിയുള്ളതല്ല. മറിച്ച് ഭക്തിയുള്ള പ്രാർത്ഥന കർത്താവ് വലിയവനും നമ്മൾ ഏറ്റവും താഴ്ന്നവനുമായി അവിടുത്തെ സന്നിധിയിൽ നമ്മളെ സമർപ്പണം ചെയ്തുകൊണ്ട് അവിടുത്തെ ഉദ്ദേശത്തിനായിട്ട് അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് സമർപ്പിക്കുന്ന ഒരനുഭവത്തിൽ ദൈവവുമായി സംസാരിക്കുന്ന ഒരനുഭവം പ്രാപിക്കുന്നതാണ് ആ പ്രാർത്ഥന. കർത്താവ് ശിഷ്യന്മാരോട് ഇവണ്ണം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അവർ കണ്ടിട്ടുള്ളത് വാചാലമായി പ്രാർത്ഥിക്കുന്നതായ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പ്രാർത്ഥനയാണ്. എന്നാൽ കർത്താവ് അവരെ ആ പ്രാർത്ഥനയിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത്. മത്തായി 6-5 മുതൽ 15 വരെ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന നമുക്കൊന്ന് നോക്കാം. അതിനെ പല ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിച്ചൊന്ന് പഠിക്കാം. ഒന്നാമതായിട്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പിതാവിനെ ആ പിതാവിൻ്റെ പരമാധികാരത്തെ, പിതാവിൻ്റെ അസ്തിത്വത്തെ, പിതാവിൻ്റെ സർവ്വവ്യാപിയായ ദൈവത്തിൻ്റെ ആ മനോഹരമായ ഒരു കാഴ്ച ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ അവിടെ നമുക്ക് കാണാൻ കഴിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നാമം എന്ത് ചെയ്യണം? വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവത്തിൻ്റെ നാമം വിശുദ്ധമാണ്, ദൈവം വിശുദ്ധനാണ്, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെട്ട നാമമാണ്. പിന്നെ എന്തിനാണ് കർത്താവ് അവരെ അങ്ങനെ പഠിപ്പിച്ചത്? ദൈവത്തിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ഈ എളിയ വായിലൂടെ ദൈവത്തെ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ ജീവിതം എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം വിശുദ്ധി ഉള്ളതാക്കി തീർക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ നാമത്തിൻ്റെ വിശുദ്ധി എൻ്റെ ജീവിതത്തിലേക്ക് പകരണമേ എന്ന താഴ്മയാണ് ആ പ്രാർത്ഥനയിൽ ഒരു ഭക്തൻ പ്രാപിക്കേണ്ടതെന്ന് കർത്താവ് എന്ത് ചെയ്യുകയാണ്? അവിടുന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മാത്രമല്ല അവിടുത്തെ നാമത്താൽ നാമം വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വിശുദ്ധിയെ നാം തിരിച്ചറിയുന്ന ഒരനുഭവമാണ് ആ പ്രാർത്ഥനയിൽ വ്യക്തമാക്കപ്പെടുന്നത്. രണ്ടാമത് എന്താണ്? അവിടുത്തെ രാജ്യം വരണമേ, കർത്താവിൻ്റെ രാജ്യം വരണം. നമ്മുടെ രാജ്യവും കർത്താവിൻ്റെ രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മുടെ രാജ്യം ഭൗമികമാണ്, കർത്താവിൻ്റെ രാജ്യം സ്വർഗീയമാണ്. അപ്പോൾ സ്വർഗീയ രാജ്യത്തിൻ്റെ മഹിമ എന്താണ്? ഇതുപോലെ ഭക്ഷണത്തിനും പാനീയത്തിനും മറ്റുള്ള സുഖങ്ങൾക്കും വേണ്ടി ഓടി നടക്കുന്ന ഒരു അനുഭവമല്ല, മറിച്ച് നീതിയും സമാധാനവും ഉള്ളതായ ആ രാജ്യം എൻ്റെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ ആ അനുഭവം എൻ്റെ ജീവിതത്തിലേക്ക് നൽകി തരണമേ എന്ന് ദൈവത്തോടെ യാചിക്കുന്ന ഒരു അനുഭവമാണ്. അവിടുത്തെ രാജ്യം വരണമേ എന്നും അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അവിടുത്തെ ഇഷ്ടം എന്താണ്? അവിടുത്തെ ഇഷ്ടം എപ്പോഴും സന്തോഷമുള്ള ഇഷ്ടം, എല്ലാവർക്കും സന്തോഷവും സമാധാനവും നീതിയും എല്ലാം വസിക്കുന്ന ഒരിടത്ത് എല്ലാവരും ആയിരിക്കുവാനാണ് അവിടുത്തെ ഇഷ്ടം. ആ ഇഷ്ടത്തിലേക്ക് എന്നെയും കൂടി ഒരുക്കി തരണമേ, അതുപോലെ ഈ ഭൂമിയിലും ആക്കിത്തരണമേ എന്നൊരു ഭക്തൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അനുഭവമായി തീരണം പ്രാർത്ഥനയെന്ന് കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കേവല ആവശ്യങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്ന് കർത്താവിൻ്റെ ഇഷ്ടത്തിനും അവിടുത്തെ രാജ്യത്തിൻ്റെ നീതിക്കും അവിടുത്തെ സമാധാനത്തിനും യാചിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥന മാറ്റപ്പെടണം. മാത്രമല്ല അവിടുത്തെ ഞങ്ങൾക്ക് അത് കഴിഞ്ഞാണ് ഈ ഭൂമിയിൽ നമ്മൾ അല്പനാളുകൾ ജീവിക്കുവാൻ ആവശ്യമായ അന്നന്നത്തെ ആവശ്യം ദൈവസന്നിധിയിൽ പറയുവാൻ തക്കവണ്ണം കർത്താവ് അവരെ പഠിപ്പിച്ചത്. അന്നന്നേക്ക് വേണ്ടുന്നതായ ആഹാരം ഞങ്ങൾക്ക് അപ്പം ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് അവർ ദൈവത്തോട് പറയുന്നതാണ്. പിന്നെ മാത്രമല്ല അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നാം പ്രാർത്ഥിക്കുന്ന നമ്മൾ എങ്ങനെയായിരിക്കണം? കർത്താവ് പഠിപ്പിച്ചത് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അപ്പം പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗസ്ഥ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ ഞാനും അവനും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ദൈവമേ എൻ്റെ പ്രശ്നം മാറ്റി തന്നതുകൊണ്ട് സ്തോത്രം, ഞാൻ അവനോട് ക്ഷമിക്കുവാനും അവൻ എന്നോട് ക്ഷമിക്കുവാനും ഇടവന്നു. അതുപോലെ നാഥ എൻ്റെ കടങ്ങൾ എൻ്റെ പാപങ്ങളും അവിടുന്ന് ക്ഷമിച്ചു തരണമെന്ന് ധൈര്യത്തോടെ പറയണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ബാധ്യസ്ഥരാണ്. ക്ഷമ കൂടാതെ ദൈവത്തിൻ്റെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ദൈവമേ ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ സകല ദുഷ്ടൻ്റെ സകല തീമ്പുകളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എല്ലാം അവിടുത്തേക്കുള്ളതാണ് എന്ന് പറയുമ്പം കർത്താവിൻ്റെ ആ ഉയർച്ച, അവിടുത്തെ സ്തുതിക്ക് യോഗ്യനായ അവസ്ഥ, അവിടുത്തെ വിശുദ്ധി, അവിടുത്തെ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകരുവാൻ തക്കവണ്ണം ഉള്ള ഒരു പ്രാർത്ഥനയാണ് പിതാവിനോട് അവിടെ നമ്മൾ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. ഇനി നാം ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകുമ്പോൾ ഇപ്രകാരമാണ് ഒരു പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കേണ്ടതായ കാര്യങ്ങളെന്ന് പഠിക്കുകയാണ്. ആദ്യമേ എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കുന്ന അതിനകത്ത് സ്തുതിയാണ് നമ്മൾ മുഴങ്ങുന്നത്. സ്വർഗീയ പിതാവിനെ സ്തുതിക്കുന്ന ഒരനുഭവം. ആ സ്വർഗീയ പിതാവിനെ സ്തുതിക്കുവാൻ, അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടുവാൻ എന്നെ മാനസാന്തരത്തിലേക്ക് നടത്തണമേ. അതാണ് വെളിപ്പെടുന്നത്. നമുക്ക് മാനസാന്തരം കൂടാതെ ദൈവത്തിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായി തീരത്തില്ല. അവിടുത്തെ നാമം വിശുദ്ധമാണ്, പക്ഷെ എൻ്റെ ജീവിതം വിശുദ്ധമായി തീരണമെങ്കിൽ, അവിടുത്തെ നാമത്താൽ എൻ്റെ നാമം വിശുദ്ധമായി തീരണമെങ്കിൽ എനിക്ക് മാനസാന്തരം വരണം. മാനസാന്തരത്തിലൂടെ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. അതിനുശേഷമാണ് നമ്മുടെ യാചനകൾ എന്ത് ചെയ്യാൻ ആ ദൈവത്തോട് അർപ്പിക്കേണ്ടത്. ഏറ്റവും ഒടുവിൽ എന്താണ്? ദൈവം ചെയ്തതായ ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത്, പ്രാർത്ഥനയിൽ പ്രാപിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നാം എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരും നമ്മുടെ മാനസാന്തരത്തിനായി യാചിക്കുന്നവരും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അവരെയും ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് ഉയർത്തുവാൻ പ്രാർത്ഥിക്കുന്നവരും അതുപോലെ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നവരുമായി നാം മാറണം. പ്രാർത്ഥനയെക്കുറിച്ച് അനേക ചോദ്യങ്ങൾ പലർക്കും കാണാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കണം, അത് വലിയ ഒരു ചോദ്യമാണ്. നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കണം എന്നെല്ലാം നാം ചോദിക്കുമ്പോൾ അതിന് ചില ഉത്തരങ്ങൾ മിസ്സസ് വൈറ്റിൻ്റെ ഉദ്ധരണികളിലുണ്ട്. നാം എന്താണ് എന്ന് ദൈവത്തെ അറിയിക്കുന്നതിന് ഈ പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ എന്താണെന്ന് ഞാൻ ഏറ്റു ദൈവത്തോട് പറയുമ്പോൾ, അപ്പം ഞാൻ ബോധ്യമുള്ളവനാണ് എന്ന് ദൈവത്തെ അറിയിക്കുവാൻ പ്രാർത്ഥന ആവശ്യമാണ്. അത് മാത്രമല്ല, ദൈവത്തെ നമുക്ക് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്നതിന് പ്രാർത്ഥന വളരെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, നമ്മെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ തക്കവണ്ണം, ദൈവം നമ്മുടെ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും അറിയുന്നവനാണെന്ന് നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ഉദ്ദേശങ്ങളും അറിയുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും നമ്മെ തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥനയിലൂടെ നാം പ്രാപിക്കുന്നത്. അതുകൊണ്ട് നാം ദൈവത്തെ ക്ഷണിക്കുമ്പോൾ കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കുവാനുള്ള വഴികളെ തുറന്നു നൽകുന്ന ഒരു മനസാന്നിധ്യം നമുക്കുണ്ടാകുവാൻ പ്രാർത്ഥന വളരെ ആവശ്യമാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അതുകൊണ്ട് എല്ലാം നന്നായിരിക്കട്ടെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത് ശരിയാണോ? എല്ലാ സാഹചര്യങ്ങളും ഒത്തുവരുമ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്ന് നമുക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? നമ്മൾ ചിലപ്പം നമ്മുടെ ഹൃദയം അഹംഭാവത്താലൊക്കെ നിറയുന്ന ഒരു അനുഭവത്തിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. പക്ഷേ അത് തിരിച്ചറിയണം. എൻ്റെ ഈ ഭാവങ്ങൾ മാറുവാൻ, എൻ്റെ ഈ ഭാവങ്ങളുള്ളവളാണ് ഞാനെന്ന് എന്ത് ചെയ്യണം? ഞാനൊരു തിരിച്ചറിവ് പ്രാപിക്കുമ്പോൾ ആ ഭാവം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഒരനുഭവമാണ് ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ പ്രാപിക്കേണ്ടത്. അപ്പോൾ ഞാൻ എന്താണോ, ഞാൻ എങ്ങനെയായിരിക്കുന്നുവോ ആ അവസ്ഥയിൽ കാൽവറിയുടെ ആ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് കടന്നു ചെല്ലാനുള്ള ഒരു മനസ്സൊരുക്കം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന് നമ്മളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണതയുള്ള ദൂതന്മാർ ആരാധിക്കുന്ന കർത്താവിനെ പാപികളായ മനുഷ്യർ
നമ്മുടെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കവണ്ണം നാം അടുത്ത് ചെല്ലുന്ന ഒരു അനുഭവമാണ് ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ ഇപ്രകാരം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ, അവർക്കാണ് തൃപ്തി വരുന്നത്. അപ്പോൾ അനീതിയുള്ള ഒരു അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തി നീതിക്ക് വേണ്ടി യാചിക്കുന്ന ഒരു അനുഭവം പ്രാപിക്കുമ്പോൾ അവർക്ക് തൃപ്തിയാകുമെന്ന് ദൈവം വാക്ക് തന്നിരിക്കുകയാണ്. നാം ആയിരിക്കുന്ന അവസ്ഥ അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നും മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ ആയിരിക്കുന്നത് പോലെ സമർപ്പിക്കുന്ന അനുഭവം പ്രാർത്ഥനയിലൂടെ പ്രാപിക്കണം. അതുപോലെ പ്രാർത്ഥനയിൽ ഏറ്റവും ആവശ്യമായ ഘടകമാണ് വിശ്വാസം. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, ഞാൻ ആരോടൊപ്പമാണ് എന്നുള്ള ചിന്ത ദൈവവുമായി അടുത്ത് ചേർന്നിരിക്കുവാൻ ആ വിശ്വാസ ജീവിതത്തെ ഊട്ടി ഉറപ്പിക്കും. അപ്പം ദൈവത്തോടടുത്ത് ജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ പകരുന്ന ഒരനുഭവം, പകരുക, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് ഇങ്ങനെ പകർന്നൊഴിക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നും മറച്ചു വെക്കാതെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തിൽ പകരപ്പെടുന്ന ഒരു അനുഭവം പ്രാർത്ഥനയിലൂടെ നാം പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ദൈവം അനുഗ്രഹിച്ച ഒരു വ്യക്തിത്വമായി നമുക്ക് മാറുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. നാം ദൈവത്തോടെ സംസാരിക്കുന്നതിനും അധികമാണ് അവിടുന്ന് നമ്മെ ചെത്തി വെടിപ്പാക്കുവാൻ തക്കവണ്ണം നമ്മളോട് ഇടപെടുന്ന രീതി. അത് നാം അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ നാം അത് നമ്മൾ അംഗീകരിക്കണം. ദൈവം നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മെ ചെത്തി ഒരുക്കി വെടിപ്പാക്കണം. നമ്മളിലുള്ള മാലിന്യങ്ങളെ മാറ്റണം. നമുക്ക് അനുഗ്രഹം പകരുവാൻ തക്കവണ്ണം നമ്മുടെ പാത്രത്തെ ഒരുക്കിയെടുക്കണം. അതിന് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. സുഖത്തിന് മാത്രമല്ല, കഷ്ടത എന്ത് ചെയ്യുന്നു, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു അനുഭവം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് കഷ്ടത എന്ത് ചെയ്യുന്നു, കഷ്ടത നമുക്ക് സഹനശക്തിയെ തരും, സഹനത്തെ തരും, സഹിഷ്ണുതയെ നൽകി തരും. ഈ സഹിഷ്ണുതയുടെ അനുഭവത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, സിദ്ധത എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് പ്രാപിക്കുവാൻ നമ്മളെ ഒരുക്കും. അപ്പോൾ സിദ്ധത, സഹനത്തിൻ്റെ മറ്റൊരു ഫലമാണ് ഈ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മൾ ധാരാളം കഷ്ടങ്ങളുടെ മുഖത്ത് നിന്ന് നാം പതറിപ്പോകാതിരിക്കുവാനുള്ള ഉറപ്പ് പ്രാപിക്കുന്ന ഒരു അനുഭവമാണ്. അങ്ങനെ പ്രാപിക്കുന്നവർക്കാണ് പ്രത്യാശയുടെ തീരത്ത് ചെന്ന് എത്തുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്രകാരമുള്ളതാണ്, നാം പ്രാർത്ഥിച്ചാൽ ഉടനെ ലഭിക്കാത്തതെന്താണ് എന്നെല്ലാം നമ്മൾ ഈ ആഴ്ച പഠിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ ഒന്ന് പുനഃപരിശോധന ചെയ്ത് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് ഒരു ഡെഡിക്കേഷൻ ചെയ്ത് നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഈ നാളുകളിൽ കർത്താവിൻ്റെ വചനം പറയുന്നത് സമയത്തിലും അസമയത്തിലും നമ്മൾ പ്രാർത്ഥനയിൽ ഊറ്റിരിക്കുന്നവരായി തീരണം. നമ്മുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അവൻ കൊണ്ടുവരുന്ന സകല പ്രതിസന്ധികളിലും തളർന്നു പോകാതിരിപ്പാൻ, നിരാശയുടെ പടുകുഴിയിലേക്ക് സാത്താൻ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന അനുഭവങ്ങളിൽ പോലും ധൈര്യത്തോടെ പ്രത്യാശയോടെ നിൽക്കുവാൻ പ്രാർത്ഥനാ ജീവിതം നമ്മളെ ജീവൻ ഉള്ളതാക്കി തീർക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നമ്മളിൽ സംശയങ്ങളും ഭയങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമുക്ക് ഉപദേശം തരുന്നുണ്ട്. നാം ഭയപ്പെടുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിലാണ് വഹിച്ചിരിക്കുന്നത്. നിൻ്റെ ദൈവമായ കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. എത്ര പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്നതെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ദൈവം നമ്മൾ ഭയപ്പെടുത്തുന്ന ദൈവമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമാണ്, നമ്മളെ വിശുദ്ധീകരിക്കുന്ന ദൈവമാണ്, നമ്മളെ ഉറപ്പും ധൈര്യവും ഉള്ളവരാക്കുവാൻ നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സഹായിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം, സഹായവും നമുക്ക് പ്രാപിക്കുവാൻ ഈ പാഠങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. നാം ഓരോ പാഠം പഠിക്കുമ്പോഴും നമ്മളുടെ സമർപ്പണം ദൈവം ആഗ്രഹിക്കുകയാണ്. ഓരോ വ്യക്തികളും സമർപ്പിക്കപ്പെടുമ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി മറ്റുള്ളവരെ ആ സമർപ്പണത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവ് നിൽക്കുവാൻ നമുക്ക് പ്രാർത്ഥനയുടെ ശക്തി പ്രാപിപ്പാൻ കഴിയും.
കഷ്ടത്തിലും പ്രയാസത്തിലും രോഗത്തിലും ബുദ്ധിമുട്ടിലും നിരാശയിലും പെട്ടിരിക്കുന്നവരെ നമ്മളുടെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ സമർപ്പിച്ച് അവർക്ക് ഒരു വലിയ ഒരു താങ്ങായി നിൽക്കുവാനും നമ്മളെ ഒരുക്കേണ്ടുന്നതിന് ഈ ആഴ്ചത്തെ പാഠം നമുക്ക് കൂടുതലായിട്ട് കൃപ പകരട്ടെ എന്ന് യാചിക്കുകയാണ്. നമ്മുടെ ഊർജ്ജസ്വലവും സ്ഥിരവുമായ പ്രാർത്ഥനാ ജീവിതം ഓരോ വ്യക്തികളെയും മറ്റുള്ളവരെ ആ പ്രചോദനം കിട്ടുവാൻ ഒരുക്കുകയാണ്. അത് നമ്മുടെ ഉത്സാഹത്തോടുകൂടിയ പ്രാർത്ഥന മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് നാമും ദൈവവുമായിട്ടുള്ള വളർച്ചയിൽ ഏറ്റവും പ്രധാനമാണ് വ്യക്തിപരമായ ചിട്ടയായ പ്രാർത്ഥനാ ജീവിതം. അതിനുവേണ്ടി ഈ ആഴ്ചത്തെ പാഠം നമ്മളെ ശക്തമായി സഹായിക്കട്ടെ. എലിയാവിനെ പോലെ നിരാശയുടെ നിഴലിലായിത്തീരുമ്പോൾ കഴിഞ്ഞ സമയം ദൈവം ചെയ്ത ഉപകാരങ്ങളെ കാണാതെ ഇരിക്കുവാൻ ശ്രമിക്കുന്ന സമയത്തിൽ എല്ലാ കാലത്തും മാറാത്ത ദൈവം, ഒരിക്കലും മാറാത്ത വിശ്വസ്തനായ ദൈവം നമ്മളെ ഉള്ളം കരത്തിൽ വഹിക്കുകയും നമ്മളെ കൂടുതൽ ദൂരം നടത്തുവാൻ, ആ കൃപയിൽ നടത്തുവാൻ, ധൈര്യത്തിൽ നടത്തുവാൻ, ഉത്തരവാദിത്തങ്ങളെ ചെയ്യുവാൻ പ്രാപ്തനാക്കുന്ന ദൈവമാണ്. ഭക്തന്മാരുടെ ഒക്കെയും ജീവിതം അതാണ് നമുക്ക് പകർന്നു തരുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനാ ജീവിതം സാധ്യമാകുവാൻ ഈ അന്ധകാര കാലങ്ങളിൽ ദൈവത്തിൻ്റെ സത്യപ്രകാശത്തിലേക്കും അവിടുത്തെ സത്യബന്ധത്തിലേക്കും നമ്മളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാഠത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും വിശ്വസ്തനുമായ വാഴ്ത്തപ്പെട്ട ദൈവമേ, അടിയങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹമേറിയ പാഠത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയെപ്പറ്റി പലതരത്തിലുള്ളതായ ദൈവമേ ചോദ്യങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥന എന്തുകൊണ്ടാണ് കർത്താവ് കേൾക്കാത്തതെന്ന് ഞങ്ങൾക്ക് സംശയങ്ങളുണ്ടാകുമ്പോൾ ഇന്നത്തെ പാഠത്തിൽ അടിയങ്ങളെ തന്നെ ഒന്ന് ശോധന കഴിക്കുവാൻ, കർത്താവിൻ്റെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ സമയത്തിനായി ഞങ്ങളെ കാത്തിരുന്നു പ്രാപിക്കുവാൻ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കി തീർക്കുവാൻ അവിടുത്തെ വചനത്താൽ സാധ്യമാക്കി തരണമേ. ഞങ്ങളുടെ വിശ്വാസ ജീവിതം കർത്താവെ കൂടുതൽ ശക്തമായി തീരുവാൻ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ സാധ്യമാക്കി തരണമേ. ഇരുണ്ട അനുഭവങ്ങളിൽ നിന്ന് വെളിച്ചത്തിൻ്റെ നല്ല അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം ഭക്തന്മാരുടെ ജീവിതം ഞങ്ങൾക്ക് മാതൃകയാക്കി തന്ന വചനത്തെ കൂടുതൽ കൂടുതൽ ശോധന കഴിക്കുവാനും ഞങ്ങളുടെ ഉള്ളങ്ങളിൽ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും പാപങ്ങളോ ഉണ്ടെങ്കിൽ അവയൊക്കെയും മാറ്റിത്തരുന്നതിനും അവിടുന്ന് കൃപ ചെയ്യണമേ. രോഗികളായിട്ട് ഭാരപ്പെടുന്ന അനേകർ ഞങ്ങളുടെ മധ്യത്തിലുണ്ട് കർത്താവേ. ദൈവം അവർക്ക് സൗഖ്യത്തിൻ്റെ കരനീട്ടി സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിരാശകളിൽ നിന്നും വേദനകളിൽ നിന്നും കർത്താവ് അവർക്ക് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്നതിനായി സ്തോത്രം. നല്ല പാഠത്തെ തന്നതിനായി സ്തോത്രം. വീണ്ടും കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ചേർന്നിരിക്കുവാനും അടിയങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾക്കായി വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തെ താഴ്മയായി ചോദിക്കുമ്പം പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.